ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ കുട്ടി വ്ളോഗ്. എങ്ങോട്ടാണ് പോകണമെന്ന് ചെറിയ ഡൗട്ട് കാണുമല്ലേ? ഇപ്പൊ ഡൗട്ട് ഒന്നും വേണ്ട ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ശാസ്താംപാറയിലാണ്. നിങ്ങൾ കുറച്ച് മഴയുള്ള സമയത്താണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ കുറച്ച് കോട വീണ് കിടക്കുന്നൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. വൈകിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലായിട്ട് സൺസെറ്റും കാണാൻ പറ്റും. എന്റെ ക്യാമറയ്ക്ക് അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എത്ര ക്യാമറ ക്വാളിറ്റി ഉണ്ടെങ്കിലും നേരിട്ട് വന്ന് കാണുന്നതിന്റെ ഒരു സുഖം അത് വേറെ തന്നെയാണ്. ഞാൻ ഓവറായിട്ട് പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് വാ. മുകളിലോട്ട് കയറാൻ കുറച്ച് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ ആ സ്റ്റെപ്പ് ഒക്കെയാണ് കയറേണ്ടത്. പിന്നെ മഴയത്തൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നെങ്കിൽ നല്ലപോലെ സൂക്ഷിച്ചു വേണം വരാൻ. ടെന്നിലൊക്കെ കാണും. ഈ മഴയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ കോട വീണ് കിടക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെയാണ് ക്ഷേത്രം വരുന്നത്. ശാസ്താംപാറ ശ്രീ ശാസ്താ ക്ഷേത്രം. നമുക്ക് അങ്ങോട്ട് പിന്നെ പോകാം. നമുക്ക് വലത്തോട്ട് പോകാം. വലത്തോട്ടാണ് കിടിലൻ വ്യൂ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും എത്രത്തോളം ബ്യൂട്ടിയാണെന്ന്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടി അവിടെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യം തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, ഇതൊരു ക്ഷേത്ര പരിസരമാണ്. അവിടെ വന്നിട്ട് അനാവശ്യ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾ വെള്ളം കൊണ്ടുവരികയാണെങ്കിൽ അവിടെ കുപ്പികളൊന്നും വലിച്ചെറിയാതിരിക്കുക. പിന്നെ നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ടൊക്കെ നോക്കണം കേസ്, അടിപൊളി വ്യൂ ആണ്. ഇപ്പം എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയുള്ള കാഴ്ചകളിൽ നമ്മൾ എൻജോയ് ചെയ്യാനുള്ളത് ഉള്ളത് ചെറിയ സമയമാണെങ്കിലും ആ ഉള്ള സമയം നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനുവേണ്ടി നമ്മൾ ദൂരോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ചുറ്റും തന്നെ കിട്ടിയ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയാൽ മാത്രം മതി. ഇപ്പൊ നിങ്ങളുടെ അവിടെ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്ക്, ഞാൻ അവിടെ വന്ന് വീഡിയോ എടുക്കാം. അപ്പൊ ഇതാണ് ആ മലയുടെ മുകളിലുള്ള ക്ഷേത്രം. അപ്പൊ നേരത്തെ പറഞ്ഞു അല്ല, ഈ ക്ഷേത്രവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ട കടമ ഇവിടെ വരുന്നവർ കൂടിയുണ്ട്. പിന്നെ ദേ കാണുന്ന കിണറില്ലേ, ആ കിണറിനും പല പ്രത്യേകതകളുണ്ട്. ഇരുട്ടായതുകൊണ്ട് തന്നെ എനിക്കതൊന്നും നേരെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാനെടുത്ത കുറച്ച് വിഷ്വൽസ് എല്ലാം ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് വരാനായാലും കപ്പിൾസ് ആയിട്ട് വരാനായാലും ഫ്രണ്ട്സ് ആയിട്ട് വരാനായാലും ഇനി സിംഗിൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ആണ്. കുറച്ച് നേരമൊക്കെ ഒന്ന് ചില്ലടിച്ച് പോകാൻ പറ്റിയ പ്ലേസ് ആണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ഷെയർ ചെയ്തിട്ട് പോണേ. ബൈ.